എല്ലാവരും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻസിനെ കുറിച്ച് സംസാരിക്കലുണ്ട്. പക്ഷെ കപ്പിൾസിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന വേറൊരു പ്രശ്നം, ഒട്ടും സംസാരമില്ല, പാർട്ട്ണർ ഒട്ടും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കംപ്ലയിൻറ്റ്സ് വരാറുണ്ട്. അതായത് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നില്ല, സംസാരിക്കുന്നില്ല, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ഒരു ഹോസ്റ്റലിൽ ജീവിക്കുന്ന പോലെയാണ് പാർട്ട്ണറുടെ കൂടെ ജീവിക്കുന്നതെന്ന് പറയലുണ്ട്. അപ്പോൾ നമുക്ക് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റീസിനെ കുറിച്ച് അറിയാം, നമുക്ക് ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റീസിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ആൻഷ്യസ് അവോയ്ഡൻസ് അധികം ഡിസ്കസ് ചെയ്യപ്പെടാത്ത ഒരു സിറ്റുവേഷനാണ്. പലപ്പോഴും ഇൻട്രോവേർട്സ് ആയിട്ട് മാത്രം കണക്കാക്കപ്പെടുന്ന പലർക്കും ആൻഷ്യസ് അവോയ്ഡൻസ് അവരുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് ഉണ്ടാകാറുണ്ട്. അതായത് പ്രശ്നം എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമായി, എങ്ങനെ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം, ഏത് രീതിയിൽ സംസാരിച്ചാലാണ് മരിക്കുന്ന ആളിനെ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് സംസാരം വളരെ കുറയ്ക്കുന്ന ഭാര്യയോ ഭർത്താവോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് സ്നേഹമില്ലാത്തതുപോലെയും കരുതലില്ലാത്തതുപോലെയൊക്കെ തോന്നും. നിങ്ങളുടെ പേഴ്സണാലിറ്റി സ്വയം മനസ്സിലാക്കുകയും നിങ്ങളുടെ പാർട്ട്ണറുടെ പേഴ്സണാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുകയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ ഗായത്രി, മെഡിക്കൽ സൈക്കോളജിസ്റ്റ്.